അവൾ ഒന്ന് പുളഞ്ഞു പോയിരുന്നു. അവൻ്റെ ആ സ്പർശം അവളിൽ പ്രത്യേകമായ എന്തൊക്കെയോ അനുഭൂതികൾ നിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കി, ഏറെ പ്രണയപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നെറ്റിയിൽ ഒരു ചുംബനം നൽകിയവൾ. അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ ഒഴുകി നടന്നു. ആ നിമിഷം അവൻ്റെ കയ്യിലേക്ക് വെള്ളത്തുള്ളികൾ പതിച്ചു. നീ നന്നായി തോർത്തിയില്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. തോർത്തിയതാ, അവൾ പറഞ്ഞു. കസേരയിൽ അവൾ വിരിച്ചിട്ട തോർത്തെടുത്തുകൊണ്ട് അവൻ അവൾക്ക് പിന്നാലെ വന്ന് അവളുടെ ഉച്ചി മുതൽ മുടിയുടെ തുമ്പ് വരെ നന്നായി തോർത്തിക്കൊടുത്തു. അവൻ്റെ ആ കരുതൽ ഇന്നുവരെ ആരും തനിക്ക് ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇതൊക്കെ ആഗ്രഹിച്ച സമയത്ത് പോലും ഇതൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അവനിൽ നിന്നും ഈ കരുതലൊക്കെ ലഭിക്കുമ്പോൾ താൻ വല്ലാത്ത ഭാഗ്യവതിയാണെന്ന് അവൾക്ക് തോന്നി. ഒന്നും മിണ്ടാതെ അവൾ അവൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നു. നീ ഇങ്ങനെ എന്നെ പ്രലോഭിപ്പിച്ചാൽ ഇന്ന് പോക്കൊന്നും നടക്കില്ല കേട്ടോ, കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്നും അകന്നു മാറി. ഉടനെ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണോ? ഇച്ചായം പോയി കുളിച്ചിട്ട് വാ, അല്ലെങ്കിൽ സമയം പോവും. ഈ ചുരിദാറാണോ ഇടുന്നത്? അവളിട്ട ചുരിദാർ നോക്കി അവൻ ചോദിച്ചു. സാരി ഉടുക്കാന്നാ വിചാരിക്കുന്നേ? കല്യാണം കഴിഞ്ഞ് പുറത്തു പോകുന്നതല്ലേ? നിനക്ക് സാരി ഒന്നും ഉടുത്ത് പരിചയമില്ലല്ലോ. നിനക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. എങ്കിലും എല്ലാവരും വിചാരിക്കില്ലേ ഇച്ചായ? ആരെന്ത് വിചാരിച്ചാലും നിനക്കെന്താ? അതൊന്നും നോക്കണ്ട. നമ്മുടെ അന്ന് വാങ്ങിയതിൻ്റെ ഒരു പീക്കോക്ക് നീല കളറിലെ ചുരിദാറുണ്ട്. അത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. ഞാൻ അപ്പോഴേക്കും റെഡി ആയിട്ട് വരാം. അതും പറഞ്ഞവൻ ബാത്റൂമിലേക്ക് കയറി. പോയപ്പോൾ അവൾ അലമാര തുറന്ന് ആ ചുരിദാർ എടുത്തിരുന്നു. ഫുൾ സ്ലീവ് കൈയുള്ള നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ജോർജറ്റ് മെറ്റീരിയലുള്ള ചുരിദാർ സെറ്റായിരുന്നു അത്. അവൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ അത് തന്നെ അണിഞ്ഞു. ശേഷം നീളൻ മുടിയൊന്ന് കോതി വെറുതെ ഒരു ക്ലച്ചർ ക്ലിപ്പിട്ടു. വളരെ ലൈറ്റായി ഒന്ന് കണ്ണെഴുതി. കറുപ്പ് നിറത്തിലെ ഒരു കുഞ്ഞു പൊട്ടും കൂടി നെറ്റിയിൽ തൊട്ടു. തീർന്നു ഒരുക്കങ്ങൾ. അപ്പോഴേക്കും പുറത്ത് ആരോ കഥകൾ കൊട്ടുന്നത് കേട്ടിരുന്നു. അവൾ കഥക് തുറന്നപ്പോൾ അമലയാണ്. നിങ്ങൾ പോകാനിറങ്ങിയോ? ഇല്ല ആൻറ്റി, ഇച്ചാൻ കുളിക്കുന്നതേ ഉള്ളൂ. എനിക്ക് എനിക്ക് നിന്നെ പരിചയപ്പെടുത്താൻ ഇവിടെ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. അമലയ്ക്കൊപ്പം മോള് പുറത്തേക്ക് പോയിരുന്നു. അവിടെ അമലയുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു. ആരും അവളെ മോശക്കാരിയായി പറയാൻ അമലെ അനുവദിച്ചിരുന്നില്ല. തൻ്റെ മകളെന്ന് പറഞ്ഞാണ് എല്ലാവർക്കും മുൻപിൽ അവളെ അമല പരിചയപ്പെടുത്തിയത്. അത് അവൾക്കും വലിയൊരു ആശ്വാസമായി തോന്നിയിരുന്നു. എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ ചുരിദാറിന് മാച്ച് ചെയ്യുന്ന ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് സോളമൻ ഇറങ്ങി വന്നത്. എങ്കിൽ പിന്നെ അവർ പോട്ടെ, ഇപ്പോൾ ഇറങ്ങിയാലേ അവിടെ ചെല്ലൂ. സോളമനെ കണ്ടതും അമല ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമായി പറഞ്ഞു. സംസാരങ്ങൾ കാട് കയറാൻ തുടങ്ങിയ നിമിഷമാണ് ഇങ്ങനെ സംസാരിച്ചത്. എങ്കിലും വിവാഹ ദിവസം തന്നെ പെണ്ണും ചെറുക്കനും വേറൊരിടത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന ഏർപ്പാടാണോ? അമലയുടെ നാത്തൂനായ ആനിയാണത് പറഞ്ഞത്. ഇങ്ങനെ എടുപിടിയുന്ന കല്യാണം നടത്തുന്നതും എവിടെയും നടക്കുന്ന ഏർപ്പാടല്ലല്ലോ. കൂട്ടത്തിലുള്ള അവരുടെ മറ്റൊരു ബന്ധത്തിലുള്ള ആൾ അമലയെ കുത്തി എന്നതുപോലെ പറഞ്ഞു. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേകതയില്ലല്ലോ. നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ അത് വ്യത്യസ്തമാകുന്നത്. വിട്ടുകൊടുക്കാൻ അമലയും തയ്യാറായിരുന്നില്ല. സോളമ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്, അവനോട് വിളിച്ചു പറഞ്ഞ് അമല അപ്പുറത്തേക്ക് പോയിരുന്നു. മരിയയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. സോളമനോടൊപ്പം കാറിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരാശ്വാസം അവൾക്കും തോന്നിയിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ അവളുടെ കയ്യിൽ പിടിച്ച് സ്റ്റിയറിംഗിലേക്ക് വയ്ക്കുകയും അവളുടെ കൈ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സോളമൻ. ഇനിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന നിന്റെ വിഷമിപ്പിക്കുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞുവെന്ന് മാത്രം കരുതിയാൽ മതി, അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തൻ്റെ മുഖത്ത് വെച്ച് അതിൽ ചാഞ്ഞു. എൻ്റെ ഇച്ചായനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എന്തിന്? അവൻ പുരികമുയർത്തി ചോദിച്ചു. എന്നെ ഇത്രയും സ്നേഹിച്ചതിന്, എനിക്ക് വേണ്ടി സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും വഴക്കിട്ടതിന്, എനിക്ക് സന്തോഷം നിറഞ്ഞ കുറച്ച് അധികം നിമിഷങ്ങൾ തന്നതിന്. അവൾ കരഞ്ഞു പോയിരുന്നു. കരയില്ലേ? അവൻ അവളുടെ കവിളിൽ തലോടി പറഞ്ഞു. അവൾ കണ്ണുനീർ നനവോടെ ഒന്ന് ചിരിച്ചു. അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ച് ഒരു കൈകൊണ്ട് അവളെ തൻ്റെ തോളിലേക്ക് ചേർത്ത് കിടത്തി ആ നെറ്റിയിൽ മുത്തി. നീ ഇച്ചായൻ്റെ പൊന്നല്ലേടി, നിനക്ക് വേണ്ടിയല്ലേ ഞാനിപ്പോൾ ജീവിക്കുന്നത്. അതൊക്കെ പോട്ടെ, ആദ്യം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ എനിക്കൊരു സമ്മാനം തന്ന ഓർമ്മയുണ്ടോ? കവിളിലൊന്ന് തഴുകി അവൻ ചോദിച്ചു. അവളുടെ മനസ്സിൽ പെട്ടെന്ന് ആദ്യം അവൻ ഉമ്മ തന്ന് പ്രണയം പറഞ്ഞപ്പോൾ അവൻ്റെ കവിളിൽ താൻ പ്രഹരിച്ചത് ഓർമ്മ വന്നു. അതെന്നിച്ചായൻ എൻ്റെ സമ്മതമില്ലാതെ അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ? അവൾ ചോദിച്ചു. അപ്പം ഇന്ന് സമ്മതത്തോടെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അല്ലേ? അതോ അടി കിട്ടുമോ? അവൻ സ്വന്തം കവിളിൽ തലോടി ചോദിച്ചു. ഒന്ന് പോയി ഇച്ചായ, അന്നത്തെ സാഹചര്യം അറിയാലോ, അതുകൊണ്ടല്ലേ അങ്ങനെ പറ്റിയത്. സോറി. അവൻ്റെ കവിളിൽ ആർദ്രമായി തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു. സോറി ഒന്നും വേണ്ട, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? അവൾ അവനോട് ചോദിച്ചു.
ആ കവിളിൽ നീ ഉമ്മ വെച്ച് ചുവപ്പിച്ചാൽ മതി. കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖവും വാഗ ചുവപ്പിന് വഴി മാറിയിരുന്നു. നീ ഇങ്ങനെ ചുവക്കല്ലേ, എനിക്കെന്തെങ്കിലുമൊക്കെ തോന്നും. വാഹനം കയ്യിൽ വെച്ചുള്ള കളിയാ, നീ എൻ്റെ കൺട്രോൾ കളഞ്ഞ് അപകടമൊന്നും വരുത്തി വെച്ചേക്കല്ലേ, കുസൃതിയോട് സോളമൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഒന്നും മിണ്ടാതിരിക്കിച്ചായ, ഇച്ചായൻ്റെ ബന്ധുക്കൾക്കൊക്കെ എന്നോട് ഒരു ഇഷ്ടക്കുറവുണ്ടെന്ന് തോന്നുന്നു. അവൾ പറഞ്ഞു. നീ അവരുടെ ആരുടെയും കൂടെ അല്ലല്ലോ ജീവിക്കുന്നത്, എൻ്റെ കൂടെയല്ലേ. അതുകൊണ്ട് തൽക്കാലം മറ്റാരെയും നോക്കണ്ട. എനിക്കിഷ്ടമാണ്, ഇഷ്ടം മാത്രമേ ഉള്ളൂ, അതുപോലെ. അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു. അതെനിക്കറിയാലോ. നമുക്ക് നിന്റെ വീട്ടിൽ പോകണ്ടേ? വേണോ ഇച്ചായ? അവിടെ ഒരിക്കലും നല്ലൊരു സ്വീകരണം ആയിരിക്കില്ല കിട്ടുന്നത്. സ്വീകരണത്തിന് വേണ്ടിയല്ല, നിന്നെ അത്രയും വിഷമിപ്പിച്ചവരല്ലേ, അവരുടെ മുൻപിൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതിനുവേണ്ടി എന്താണെങ്കിലും നമുക്ക് പോകണം. ഉറപ്പിച്ചതുപോലെ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. എന്നാലും അവളുടെ ഒരു ധിക്കാരം നോക്കണേ. അവൾ നിനക്കെന്തെങ്കിലും ഒരു വില തന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അവളിപ്പോൾ ഇറങ്ങിപ്പോകുമായിരുന്നോ? ലീലാമ്മ മകനെ എരിവ് കയറ്റിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ദേഷ്യം ജോണിക്ക് തോന്നിയിരുന്നു. അവൾ ഇങ്ങോട്ട് വരട്ടെ. എടാ, ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? നമ്മുടെ പിള്ളേരെ ആരെങ്കിലും അനുഭവിക്കേണ്ട സൗഭാഗ്യമല്ലേ ഇപ്പം അവളുടെ പിഴച്ചുണ്ടായ മോൾ അനുഭവിക്കുന്നത്. എനിക്കത് ഓർക്കുമ്പോഴാണ് വിഷമം. ജെസ്സിയുടെ പിള്ളാരോ നിന്റെ കൊച്ചോ വല്ലോ ആയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു സമാധാനവും ഇല്ല. ലീലാമ്മ വിലപിച്ചു. എന്നാ പറയാനാ അമ്മച്ചി, അവൻ അവളെ മാത്രമേ കെട്ടൂന്നും പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുകയായിരുന്നു. ശരിക്കും അമലയ്ക്കൊന്നും ഈ കല്യാണത്തിന് സമ്മതമായിരുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാ. എൻ്റെ ജീനയ്ക്കും ഭയങ്കര സങ്കടമായി. എനിക്കത് ആലോചിക്കുമ്പോഴാണ്. ജോണി പറഞ്ഞു. അവനെ ആ നിലയിൽ അവൾ എത്തിച്ചുവെങ്കിൽ അവൾ എന്ത് മിടിക്കുക. ഇവിടെ പാവം പോലെ ഇരിക്കുന്ന ഒന്നും അല്ല. ഇവിടുന്ന് വെളിനാട്ടിലോട്ട് പോയപ്പോഴല്ലേ അവിടെ തനി സ്വഭാവം മനസ്സിലായത്. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. പിടിച്ച പിടിയാലെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെങ്കിൽ അവൾ ചില്ലറക്കാരിയൊന്നുമല്ല. തള്ളയുടെ മോളല്ലേ, ആ കഴിവ് കിട്ടാതിരിക്കൂ, ലീലമ്മ പറഞ്ഞു. അവൻ അത്ര ശരിയൊന്നും അല്ലെന്നാ കേട്ടത്. കുറച്ച് നാളത്തെ പൂതി കഴിയുമ്പോൾ അവൻ അവിടെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടോളും. പെണ്ണുപിടി സ്വഭാവമൊക്കെ ഉണ്ടെന്ന് അവൻ തന്നെയാ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ജോണി ആകെപ്പാടെയുള്ള തൻ്റെ ആശ്വാസം പങ്കുവച്ചു. തിരിച്ചെങ്ങോട്ട് കൊണ്ടുവിടാൻ? വയറും വീർപ്പിച്ച് ഇങ്ങോട്ട് വന്നാ നീ സ്വീകരിക്കുമോ? ഇനി അവളെ ഇതിനകത്ത് കയറ്റുമോ? അവന് ഒരു പ്രതീക്ഷ അവൾക്ക് വേണ്ട. അവനങ്ങ് ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു, ദേഷ്യത്തോടെ ലീലാമ്മ പറഞ്ഞു. വൈകുന്നേരത്തോടെ രണ്ടുപേരും കുമരകത്ത് എത്തിയിരുന്നു. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു. സിജോയുടെ കൂട്ടുകാരൻ അവരെയും കാത്ത് അവിടെ നിൽക്കുകയും ചെയ്തിരുന്നു. അവർക്കൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് സുഹൃത്തുക്കളും അവിടെ നിന്നും യാത്രയായപ്പോൾ സോളമൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഹൗസിൽ ബോട്ടിലേക്ക് കയറി. മരിയ ഹൗസ് ബോട്ടൊക്കെ ആദ്യമായി കാണുകയാണ്. അതിൻ്റെ ഒരു പകപ്പൊക്കെ അവളുടെ മുഖത്തുണ്ട്. അവൾ അതിലേക്ക് കയറി അകമൊക്കെ നോക്കുന്നുണ്ട്. ഹൗസ് ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി. അവൻ അവളുടെ അരികിൽ ചെന്ന് അവളെ തന്നോട് ചേർത്തു പിടിച്ചു. കായൽപ്പരപ്പിൻ്റെ സൗന്ദര്യം നുകർന്ന് കുട്ടനാടിൻ്റെ രുചി അറിഞ്ഞുള്ളൊരു ജലയാത്ര. ആരെയും മോഹിപ്പിക്കുന്ന വശ്യത തീർത്ത് കായൽ. ഓളപ്പരപ്പിലൂടെ പതിയെ ചുവട് വെച്ച് നീങ്ങുന്ന കെട്ടുവള്ളവും പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യവും ഇളം കാറ്റിൻ്റെ കുളിർമയും ആടിയുലഞ്ഞ വേമ്പനാടിൻ്റെ ദൃശ്യചാരുതയുമായി സോളമന് മത്തുപിടിച്ചു. അവൻ ഒറ്റ വലിയാലെ അവളെ വലിച്ച് തൻ്റെ മടിയിലിരുത്തി. അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് അമ്പരപ്പെട്ടു. ഇച്ചായ, ശാസനയോടെ അവളൊന്ന് വിളിച്ചു. എന്തോ? നീ പേടിക്കണ്ട, ഒരാദ്യ രാത്രിയൊന്നും ഇന്നെൻ്റെ പ്ലാനിലില്ല. അത്രയ്ക്ക് കൺട്രോൾ ഇല്ലാത്തവനൊന്നും അല്ല ഞാൻ, അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചിരുന്നു. അവൻ്റെ കയ്യിൽ കരുതിയിരുന്ന ചെറിയൊരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ? തുറന്നു നോക്ക്, ചെറിയൊരു ഗിഫ്റ്റ്, അവൻ പറഞ്ഞപ്പോൾ അവളത് അഴിച്ചു നോക്കി. അത് തുറന്നതും അത്ഭുതപ്പെട്ടതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചധികം ബുദ്ധിമുട്ടി ഈ ഒരു ഫോട്ടോ ഒപ്പിക്കാൻ, അവൻ ചിരിയോടെ പറഞ്ഞു. വിവാഹവേഷത്തിൽ നിൽക്കുന്ന താനും സോളമനും അമ്മയും തൊട്ടരികിൽ തൻ്റെ പപ്പയും. ഇതാ നിൻ്റെ പപ്പ. പപ്പയുടെ 2-3 ഫ്രണ്ട്സ് വഴി ഒപ്പിച്ചതാണ് ഫോട്ടോ, നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി. അതിന്ന് തന്നെ നിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. ഉച്ചയ്ക്കെടുത്ത ഫോട്ടോ ആണെന്ന് ഓർക്കണം, സോളമൻ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒപ്പം ആ നെറ്റിയിലൊരു ചുംബനം നൽകി. അവൻ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. പപ്പയുടെ മുഖം നീ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും മനോഹരമായ രീതിയിൽ നിന്നെ കാണിക്കണമെന്ന് തോന്നി, അവൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ അവളെ ചേർത്തു പിടിച്ചു. തൻ്റെ കയ്യാൽ അവളുടെ കണ്ണുകൾ തുടച്ചു. അവളെ തനിക്ക് അഭിമുഖമായി ഇരുത്തി ആ മുഖത്ത് വിരലോടിച്ചു. ആ വിരലുകൾ കവിളിലൂടെ ഊർന്ന് അവളുടെ കഴുത്തിലും ചെവികളിലും ഇക്കിളി കൂട്ടി.
പിന്നെ മെല്ലെ അവളുടെ മൂക്കിൻ തുമ്പിൽ നേർമയായി ഒരു ചുംബനം നൽകി. അവൾ കണ്ണുകൾ അടച്ചുപോയി. അവൾ അവൻ്റെ മുഖത്തെ താടിയാൽ വിരലോടിച്ച് അവൻ്റെ തോളിൽ ചാഞ്ഞു. തൻ്റെ കവിളിൽ അമർത്തി ഒരു മുത്തം നൽകി. ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവളുടെ കാതോരം അവൻ പറഞ്ഞു, എൻ്റെ കവിള് ചുവക്കും വരെ വേണം. ഒരു കുസൃതിയോടെ പറയുന്നവനെ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. ശേഷം ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് നേർമയായി ആ മുഖത്ത് ചുംബനം കൊണ്ടൊരു വർഷം തന്നെ തീർത്തു. അവൻ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. അവനെപ്പോലും ഞെട്ടിച്ചവൾ അവൻ്റെ കീഴ്ചുണ്ടിൽ ഒന്ന് കടിച്ചു. പെട്ടെന്ന് കണ്ണു തുറന്നവൻ അവളെ ഒന്ന് നോക്കി. ആ കണ്ണിൽ ഒരു ചിരി മിന്നി. നാണത്താൽ മുഖം കുനിച്ചവളുടെ മുഖം ചൂണ്ടുവിരലിനാൽ അവൻ ഉയർത്തി. നാണിക്കണ്ട, ഞാനല്ലേ, അവളുടെ കാതോരം മെല്ലെ പറഞ്ഞവൻ. അവളുടെ മുടിയിൽ തഴുകി അവൻ്റെ വിരലുകൾ കഴുത്തിൽ ഒരു പ്രദക്ഷിണം തീർത്തു. പിന്നെ മെല്ലെ ആ വിരലുകൾ കൊണ്ട് അവളുടെ നെറ്റി മുതൽ ചുണ്ടുവരെ ഒരു വര വരച്ചവൻ. കഴുത്തിലൂടെ അവളെ തന്നോട് ചേർത്ത് അവളുടെ മേൽചുണ്ട് സ്വന്തമാക്കി. പതിയെ അത് നുണയാൻ തുടങ്ങി. കണ്ണുകൾ അടച്ച് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അമർത്തി വലിച്ചവൾ. ഒപ്പം അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. ഇതുവരെ അറിയാത്ത പുതുവികാരങ്ങൾ തനു അറിയുന്നത് അവൾ അറിഞ്ഞു. കുറച്ചു നേരം നീണ്ടു നിന്ന ചുംബനത്തിന് ശേഷം അവളുടെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്കാലൊന്ന് ഉരസി അവൻ ആ കവളിൽ അമർത്തി ഒരു ചുംബനം കൂടി കൊടുത്തു. വെരി സ്വീറ്റ്. അവളെ നോക്കി കീഴ്ചുണ്ട് കടിച്ചവൻ പറഞ്ഞു. അവൾക്ക് നാണം വന്നു. ഇന്ന് കുറച്ച് റൊമാൻറ്റിക് എപ്പിസോഡായിരുന്നു അല്ലേ? കൂടിപ്പോയോ? എന്നെക്കൊണ്ട് മാക്സിമം ആണിത്. എന്നാലും ഇത്തിരി ഓവറായോ എന്നൊരു സംശയം. എന്താണെങ്കിലും നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.